ക്രിസ്ത്യാനികളുടെ വാദം വ്യത്യസ്തമാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ബിനു മറിയം. നിഷേധികളായ ആളുകൾ അവർ പറഞ്ഞു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് മസീഹ് ഈസ എന്ന്. മറിയമിന്റെ പുത്രനായ ഈസയും അല്ലാഹുവും ഒന്നാണ് എന്നവർ പറഞ്ഞു. രണ്ടാമതായി അവരുടെ വാദം, അല്ലാഹു തആല മൂവരിൽ ഒരാളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണ്. അതെങ്ങനെയെന്ന് അവർക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. മൂന്നും മൂന്നാണ്, എന്നാൽ മൂന്നും ഒന്നാണ് എന്ന തൃത്വം. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു തആല മൂവരിൽ ഒരാളാണ് എന്നവർ വാദിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 73-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വാദമാണ് ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാകുന്നു എന്ന്. വഖാലത്തിൻ നസ്വാറ അൽ മസീഹു ബിനുല്ലാഹ്. ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അവർ പറയുന്നു, നസാറാക്കൾ പറയുന്നു, അല്ലാഹു അവന്റെ പുത്രനാണ് മസീഹ് ഈസ എന്ന്. ഇതാണ് അവരുടെ മറ്റൊരവസ്ഥ. അപ്പൊ ഈസ അലൈഹിസ്സലാമും അല്ലാഹുവും ഒന്നാണ് എന്ന വാദം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂവരും ഒന്നാണ് എന്ന വാദം, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ് എന്ന മറ്റൊരു വാദം. ഇങ്ങനെയുള്ള പിഴച്ച വാദങ്ങളാണ് അവർക്കുള്ളത്.